Hello, this is Sauzan Ali. Welcome back to my channel. About 2 weeks ago, I Hyderabad. When in Hyderabad, we should try a Hyderabadi style biryani. അങ്ങനെ നമ്മൾ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അവിടുന്ന് ബിരിയാണി ട്രൈ ചെയ്യണം. അങ്ങനെ ഫൈനലി നമ്മൾ പാരഡൈസിൽ നിന്ന് തന്നെ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് ഫിക്സ് ചെയ്തു. കാരണം അവിടെയാണ് ഒത്തൻറ്റിക് സ്റ്റൈൽ ഹൈദരാബാദി ബിരിയാണി സെർവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇതാണ് ഹുസൈൻ സാഗർ ലേക്ക്. ഇറ്റ് വാസ് ബിൽഡ് ബൈ ഇബ്രാഹിം കുലി കുത്തുബ് ഷാ in 1563. ഇതൊരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു തടാകമാണ്. ഇതിന് നടുവിൽ ഗൗതം ബുദ്ധയുടെ സ്റ്റാച്ചു ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാരഡൈസ് ബെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ആക്കിയ ഓട്ടോ ഡ്രൈവർ സജസ്റ്റ് ചെയ്ത ബാവാർച്ചി ബിരിയാണി ട്രൈ ചെയ്യാനായിട്ടാണ്. പക്ഷേ എന്തോ നമ്മൾ ഓൾറെഡി പാരഡൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചേഞ്ച് ആക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ പാരഡൈസിൽ ബിരിയാണി ട്രൈ ചെയ്യാൻ പോയിരിക്കുകയാണ്. നമ്മൾ കഴിക്കാൻ പോകുന്നത് വെജ് ബിരിയാണി. വെച്ചാ മുന്നേ ഇവിടെ വന്നിട്ട് വെച്ച് കഴിക്കാൻ വന്നല്ല. എവിടെയാ പാരഡൈസ്? നമ്മൾ നിലവില് പാരഡൈസിലാണ് ഇരിക്കുന്നത്. 1953 തൊട്ടുള്ള ഹോട്ടലാണ്. ഇവിടെ ഓതന്റിക് ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന മറ്റാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ എക്സൈറ്റഡ് ആണ് ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഓർഡർ ആക്കിയത് നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും പിന്നെ റോയൽ മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ്. നമുക്ക് സ്പൂണ് ഫോക്കൊന്നും വേണ്ട, ബിരിയാണി കഴിക്കുമ്പോൾ കൈകൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് റോയൽ മട്ടൺ ബിരിയാണി. നമ്മുടെ നാട്ടിൽ ബിരിയാണിയുടെ കൂടെ കച്ചമ്പറ്, അച്ചാറ്, പച്ചച്ചമ്മന്തി പിന്നെ പുളിങ്കറി ഒക്കെയാണല്ലേ സൈഡായിട്ട് കിട്ടുക. ഇവിടെ കൊമ്പോ ആയിട്ട് കിട്ടുക നല്ല ഒരു ഗ്രേവി, പിന്നെ പുളിയില്ലാത്ത തരം റൈത്ത, പിന്നെ നമ്മുടെ അനിയൻ സ്ലൈസ് ചെയ്ത് വെച്ചത്, ഇതൊക്കെയാണ് കോംബോ ആയിട്ട് കിട്ടുന്നത്. ഫസ്റ്റ് നമ്മൾ റോയൽ മട്ടൺ ബിരിയാണി ട്രൈ ചെയ്യാം. മട്ടൺ പീസസ് ഡയലോഗ് പറ. കുഴപ്പമില്ല. കേരള ബിരിയാണി ഞാൻ മട്ടൻ ബിരിയാണി കഴിച്ച് തീർത്തിട്ടില്ല. ചിക്കൻ ബിരിയാണി ഒരു തരുന്നു. മട്ടൻ ബിരിയാണി കൊള്ളാം. മട്ടനെല്ലാം മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയത് ബോൺലെസ് പീസാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. തൈരൊന്നും വേണ്ട, തൈര് വേണ്ട. നല്ല ആശ്വാസം, നല്ല ആശ്വാസം. ഇനി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ പോകട്ടോ. ഇതിൻ്റെ അവസ്ഥ എന്താ? എനിക്ക് മത്തനേക്കാളും ഇഷ്ടമായിട്ടില്ല. രണ്ടും ഇഷ്ടമായി, കൊള്ളാം. ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? ഒരു 7. അത്രേ ഉള്ളൂ. ബിരിയാണി കഷ്ടപ്പെട്ട് കുത്തി തിന്നാണ് നിങ്ങളെ കാണുന്നത്. ഐ വാസ് സോ ഡാം എക്സൈറ്റഡ് ടു ട്രൈ ദിസ് ബിരിയാണി ഔട്ട്, ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഐ വാസ് ഹ്യൂജ്ലി ഡിസപ്പോയിൻറ്റഡ്. Maybe it might be because I have expected a lot. If there was no expectation, it might have turned out okay. പക്ഷേ എന്താ പറയുക, I would always prefer good Talsheri dum biryani or my mom's biryani over this. And അത് മാത്രമല്ല, ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. റോയൽ ചിക്കൻ ബിരിയാണിക്ക് തന്നെ 399ഉം മട്ടൺ ബിരിയാണിക്ക് 200 സംതിങ് ആണ് വരുന്നത്. ഇറ്റ് വാസ് കോസ്റ്റ്ലി ഓൾസോ. ഗൈസ്, അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിറങ്ങി. ബില്ല് വന്നു 948. ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ 6 ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കാം. ഡിസപ്പോയിന്റഡ്?
എനിക്ക് അത്ര ഇഷ്ടമായില്ല, ജസ്റ്റ് ഒരു ആവറേജ് ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നിയത്. ബിരിയാണി കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.